Good morning friends, welcome back to my channel. This video is all about my driving license experience in USA. ഞാൻ വണ്ടി പഠിക്കാൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എടുത്ത കുറച്ച് വീഡിയോസും ടെസ്റ്റ് ഡേ എടുത്ത കുറച്ച് വീഡിയോസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. It's very funny and interesting. So keep watching through. Guys, the first thing is safety. So seat belt മറക്കാതെ ഇടുക. പിന്നെ നമ്മൾ ടെസ്റ്റിന് പോയാൽ ആദ്യം തന്നെ അവർ ചോദിക്കുക വണ്ടി സ്റ്റാർട്ടാക്കാൻ പറയും. അതിനുശേഷം ഇൻഡിക്കേറ്റേഴ്സ് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ റൈറ്റ് ഇൻഡിക്കേറ്റർ കാണിക്കാൻ പറയും. പിന്നെ ഹോൺ ആൻഡ് ദെൻ വിൻഡോസ് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും പറയും. അപ്പോൾ നമ്മൾ ഇന്ത്യ വിട്ട് പുറത്ത് വേറെ ഏതൊരു കൺട്രിയിൽ മൂവ് ചെയ്താലും ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ചാലഞ്ച്. അത് മാത്രമല്ല അത് നമ്മുടെ ഒരു ബേസിക് ഐഡന്റിറ്റി ആയിട്ട് കൂടി മാറും. കാരണം എവിടെ പോയാലും ഡ്രൈവിംഗ് ലൈസൻസ് ആണ് ആദ്യം ചോദിക്കുക. എവിടെ പോകണമെങ്കിൽ നമുക്ക് വണ്ടി ഇല്ലാതെ എവിടെയും പോകാൻ പറ്റില്ല. വാക്കബിൾ ആയിട്ടൊന്നും ഒരു പ്ലേസും ഇല്ല. ഈവൻ ഗ്രോസറീസ് എന്ത് തന്നെ ആയാലും നമ്മളൊരു കാറ് വേണം, അതുകൂടി ലൈസൻസ്. റിവേഴ്സൽ എടുക്കുന്നതിന് മുന്നേ റിവേഴ്സ് എടുക്കുമ്പം നിനക്ക് എങ്ങോട്ടാണോ പോകേണ്ടത് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് നിൻ്റെ വീല് പോകണം. സ്റ്റിയറിംഗ് ഓടിക്കേണ്ട നേരെ ഓപ്പോസിറ്റ് ഓടിക്കണം. അതിൻ്റെ റൈറ്റിൻ്റെ ഓപ്പോസിറ്റ്, അതായത് ലെഫ്റ്റോട്ട് ഓടിക്കണം. ഓക്കെ, റൈറ്റിലോട്ടാണ് പോകേണ്ടതെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ലെഫ്റ്റിലോട്ട് ഓടിക്കണം. ബാക്ക് എടുക്കുക, ലെഫ്റ്റിലോട്ട് ഓടിക്കുക. ഓക്കെ, മനസ്സിലല്ലേ? അതെയോ, നന്നായി. ആർക്കും മനസ്സിലാവില്ല. ഓക്കെ, ഓടിക്കുമ്പം നോക്കാം. ശരി എന്നാൽ ഓക്കെ. ഇന്ത്യയിൽ നമുക്ക് RT ഓഫീസ് പോലെയാണ് ഇവിടെ DMV ഓഫീസ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് മോട്ടോർ വെഹിക്കിൾസ്. ಇಲ್ಲಿ നമുക്ക് നാട്ടിലുള്ള പോലെ തന്നെ ഫസ്റ്റ് ഒരു കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റ് ഉണ്ടാവും. പിന്നെ അത് പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് റോഡ് ടെസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നോളജ് ടെസ്റ്റിൽ അറൌണ്ട് 25 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അതിൽ 20 ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആയാൽ മതി. 20 ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി വിൻഡോ ക്ലോസ് ആവും. ദാറ്റ് മീൻസ് നമ്മൾ പാസ്സായി. റിവേഴ്സ് എടുക്കാം. റിവേഴ്സ് എടുക്കുമ്പോൾ കൈയുടെ മസ്റ്റായിട്ട് ബാക്ക് സീറ്റ് ഇവിടെ വെച്ചിരിക്കണം. വെച്ചാൽ മാത്രം പോരാ, അപ്പുറം വണ്ടി വരുന്നത് നോക്കും. വണ്ടി വരുന്നത് നോക്കണം. ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ ബിഗിനേഴ്സിന് കുറച്ച് ഡിഫിക്കൽട്ടി ആയിട്ടുള്ള ടാസ്ക്കാണ് റിവേഴ്സ് എടുക്കുക എന്നുള്ളത്. സോ നമ്മൾ ഈ റിവേഴ്സ് നമ്മൾ നന്നായി പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി ഭയങ്കര ഈസി ആയിട്ട് തോന്നും നമുക്ക്. നമ്മൾ എത്രത്തോളം റിവേഴ്സ് എടുത്ത് പഠിക്കുന്നോ അത്രയും നമുക്ക് എളുപ്പമാവും. റിവേഴ്സ് എടുക്കുമ്പോൾ മറക്കാതെ കൈ നമ്മൾ മറ്റേ സീറ്റിൽ വെച്ച് ബാക്കോട്ട് നോക്കണം. ഇത് ഇൻസ്ട്രക്ടർ വളരെയധികം ചെക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ്. വണ്ടിയുടെ വീൽ മൂവ്മെൻറ്റ് അറിഞ്ഞ് വേണം സ്റ്റിയറിംഗ് യൂസ് ചെയ്യാൻ റിവേഴ്സ് എടുക്കുമ്പോൾ. സോ അതാണ് കുറച്ച് ചാലഞ്ചിങ്. ദർ ഇസ് ഓൺലി വൺ വേ ടു ലേൺ ദിസ്. അതാണ് പ്രാക്ടീസ്, പ്രാക്ടീസ് ആൻഡ് പ്രാക്ടീസ്. നിങ്ങൾ ടെസ്റ്റിന് പോകുമ്പോൾ ഇതുപോലെ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്നും എടുക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ 2 വണ്ടിയുടെ ഇടയിലായിരിക്കാം. സോ അങ്ങനെയുള്ള ചാലഞ്ചിങ് സിറ്റുവേഷൻസ് തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻറ്റ് ലെവൽ നന്നായി കൂടും. ടെസ്റ്റിന് മുന്നേ നമ്മുടെ ഒരു ഐ ടെസ്റ്റ് കൂടി ഉണ്ടാവും. ഐ ചെക്ക് ചെയ്യുന്നത്, അതായത് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതുപോലെ സിഗ്നൽസും സിമ്പിൾസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ. ഒക്കെയുള്ള ഒരു 10 to 12 സിമ്പിൾസ് ഉണ്ടാവും. സോ അത് ഐഡന്റിഫൈ ചെയ്യുക, അതുപോലെ ലെറ്റേഴ്സ് റീഡ് ചെയ്യുക. ഇതാണ് ഞാൻ ഡ്രൈവിംഗ് പഠിക്കാൻ തുടങ്ങിയ എൻ്റെ ഫേവറേറ്റ് പ്ലേസ്. ഇവിടെ വന്നാൽ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് ഭയങ്കര ഫ്രീ ആയിട്ട് എടുക്കാൻ തോന്നും. അത്രയ്ക്കും ഇഷ്ടമാണ് എനിക്ക് ഈ പ്ലേസ്. ലേണേഴ്സ് ടെസ്റ്റും റോഡ് ടെസ്റ്റായാലും നമ്മൾ ഓൾറെഡി ഓൺലൈനായിട്ട് അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യണം. അപ്പോയിൻമെൻറ്റ് കിട്ടാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ്. ബട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് ലക്കി തിങ്. നമ്മൾ അപ്പം തന്നെ പോവുക, കാരണം അപ്പോയിൻമെൻറ്റ് കിട്ടൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. പേടി മാറണമെങ്കിൽ ദർ ഇസ് ഓൺലി വൺ വേ, പ്രാക്ടീസ്, പ്രാക്ടീസ് ആൻഡ് പ്രാക്ടീസ്. വേറെ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ വണ്ടിയായിട്ട് നമ്മൾ യൂസ്ഡ് ആയാൽ തന്നെ നമ്മൾ നല്ല കോൺഫിഡൻ്റ് ആവും. അപ്പോൾ ഡെയിലി ഒരു 30 മിനിറ്റ്സ് നമ്മൾ ഇതിനു വേണ്ടി സമയം മാറ്റി വെക്കാം. നന്നായി പ്രാക്ടീസ്. നമുക്ക് പോയി നമ്മൾ ടെസ്റ്റ് ഡേ വീഡിയോസ് കണ്ടിട്ട് വരാം. Good morning friends, welcome back. Check all your documents once again. Important documents ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ 2 ടെസ്റ്റിന് വേണ്ടി നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ഡോക്യുമെന്റ്സ് മെയിൻലി വിസ റിലേറ്റഡ് ഡോക്യുമെന്റ്സ് ആണ്. പിന്നെ പാസ്പോർട്ട്. ടെസ്റ്റിന് പോകുമ്പോൾ നല്ല റിലാക്സ് ആയിട്ട് പോവാം, നല്ല പാട്ടൊക്കെ കേട്ട് പോവാം. അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാം. ദാറ്റ് എൻഹാൻസസ് അവർ കോൺഫിഡൻസ്. ബാംഗ്ലൂരൊക്കെ ആർക്കും ലൈസൻസ് കിട്ടും. കാരണം ഞാൻ പോയ ഡ്രൈവിംഗ് സ്കൂൾ അങ്ങനെയായിരുന്നു. നമ്മൾ ടെസ്റ്റിന് പോയപ്പോൾ എന്നെ പഠിപ്പിച്ച ട്യൂട്ടർ എൻ്റെ ഇപ്പുറത്തിരിക്കുന്നു. അറിഞ്ഞിട്ട് പോലും ഇല്ല ഞാൻ. അപ്പോൾ ഞാൻ എന്തായാലും എന്ത് തെറ്റ് ചെയ്താലും അയാൾ എന്നെ പാസ്സാക്കും. അങ്ങനെയുള്ള ഒരു പരിപാടികൾ ഇവിടെ നടക്കില്ല. ഇവിടെ നമ്മൾ കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ഓക്കെയാണ്, കോൺഫിഡൻ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ടെസ്റ്റിന് പോയിട്ട് കാര്യമുള്ളൂ.
എന്തായി പാസ്സായാ ഫെയിലാ? കൺഗ്രാറ്റ്സ്. പാർട്ടി ഉണ്ട്. എപ്പം പാർട്ടി? പാർട്ടി വേണമെന്നല്ല, പാർട്ടി എടുക്കാൻ വേണ്ട പഠിപ്പിച്ചതിന്. അങ്ങനെ ഞാൻ എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ റോഡ് ടെസ്റ്റ് പാസ്സായി. ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം നമ്മൾ സ്വന്തം എഫേർട്ട് ഇട്ട് നമ്മൾ തന്നെ പ്രാക്ടീസ് ചെയ്ത് ക്ലാസ്സിലൊന്നും പോയിട്ടില്ല. നമ്മളെ വീട്ടിൽ തന്നെ ഹസ്ബൻഡ് തന്നെയാണ് കൊണ്ടുപോയി അങ്ങനെ പഠിച്ചത്. സോ റോഡ് ടെസ്റ്റ് എനിക്ക് മെയിൻലി എന്നോട് ചോദിച്ചത് ഫസ്റ്റ് ഓഫ് ഓൾ ലൈറ്റ്സ്, നമ്മൾ സിഗ്നൽ ലൈറ്റ്സ് ടേൺ ഓൺ ചെയ്യാൻ പറഞ്ഞു. ഹോൺ അവർക്ക് ടെസ്റ്റ് ചെയ്യുക, വിൻഡോസ് ഒക്കെ അവർ ടെസ്റ്റ് ചെയ്ത് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും പറഞ്ഞ്. അതിനുശേഷം ഞങ്ങൾ റോഡ് ടെസ്റ്റിലേക്ക് കുറച്ച് റൈറ്റ് ലെഫ്റ്റ് ഒക്കെ അവർ ഇൻസ്ട്രക്ഷൻ പറയുന്നതനുസരിച്ച് കറക്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിച്ച് അലേർട്ടായിരിക്കണം. പിന്നെ എന്നോട് പറഞ്ഞത് ഗ്ലാസ് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞിരുന്നു. അത് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയി തോന്നി. കാരണം നമ്മൾ ഒരിക്കലും പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഗ്ലാസ് എപ്പോഴും ക്ലോസ്ഡ് ആയിരുന്നു. ഭാഗ്യത്തിന് ഞാൻ മുടി നന്നായി കെട്ടിവെച്ചതുകൊണ്ട് ആ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായില്ല. സോ ഡിപ്പെൻഡ്സ് ഓൺ ദ പേഴ്സൺ, നമുക്ക് കിട്ടുന്ന ഇൻസ്ട്രക്ടർ അനുസരിച്ചിരിക്കും. സോ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. മുടിയൊക്കെ ടൈ ചെയ്ത് പോകുന്നതാണ് ഏറ്റവും നല്ലത് ഗേൾസിന്. റൈറ്റ് പോയി അവിടുന്ന് 3 പോയിന്റ് ആണ് എടുക്കാൻ പറയും. ദാറ്റ് ഇസ് എ മെയിൻ ഇമ്പോർട്ടൻറ്റ് തിങ്. 3 പോയിന്റ് ആണ് കറക്റ്റായി എടുത്താൽ തന്നെ പകുതി പാസ്സായി. നമുക്ക് 3 പോയിന്റ് ആണ് എങ്ങനെയാണെന്ന് കാണാം. Three-point turn, reverse, emergency stop and then parking. So ഈ കാര്യങ്ങളാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ബാക്കിയൊക്കെ ഈസിയാണ്. പിന്നെ ഡ്രൈവിംഗ് ക്ലാസ് ഒക്കെ തരുന്ന കുറേ പേരുണ്ട്. ബട്ട് ആക്ച്വലി എൻ്റെ ഒരു സിൻസിയർ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഡ്രൈവിംഗ് അറിയുന്ന ഒരു ആൾക്കാരാണെങ്കിൽ, നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ക്ലാസ്സിന് കൊണ്ട് ഒരാവശ്യമില്ല. കാരണം നമ്മൾ തന്നെ സെൽഫായിട്ട് പഠിച്ച് ആയാൽ തന്നെ നമ്മൾ നന്നായിട്ട് തന്നെ ചെയ്തോളും. കാരണം അത്ര ഒരു ഡിഫിക്കൾട്ടല്ല ഇന്ത്യ പോലെ. ഓട്ടോമാറ്റിക് കാറാണ് ഫസ്റ്റ് ഓഫ് ഓൾ. അതുപോലെ റോഡ് സിംബൽസ്, റോഡ് സൈൻ മെയിനായിട്ട് എല്ലാവരും റൂൾസ് ഫോളോ ചെയ്യുന്നതുകൊണ്ട് ഈസി ആയിട്ട് തന്നെ നമുക്ക് ഓടിക്കൊക്കെ നന്നായിട്ട് തന്നെ ചാർജ് ചെയ്യുന്നുണ്ട്. പെർ ഡേ വെച്ചിട്ടാണ് അവരുടെ ചാർജ്. അറൗണ്ട് $60 ഒക്കെ വരും. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതുപോലെ സ്റ്റേ ഇൻ ടച്ച്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ. ഒന്നിച്ചിരുന്നു തീരാതിൻ്റെ ദാഹം, നിന്നെ പുണർന്നു നീണ്ടി നീരിലൂടെ